രാജ്യത്തിൻ്റെ പുരോഗതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. പ്രത്യേകിച്ച് ഒരു വ്യക്തിയുടെ രൂപീകരണമൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാനപരമായിട്ട് അവരെ മികച്ച രീതിയിൽ കൊണ്ടുവരാനായിട്ട് സ്കൂൾ വിദ്യാഭ്യാസമാണ് പലപ്പോഴും സഹായിച്ചിട്ടുള്ളത്. അങ്ങനെ സ്കൂളുകളിലൊക്കെ അധ്യാപകനാവാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ മികച്ച ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുകയാണ് 4 വർഷത്തെ ഇൻറ്റഗ്രേറ്റഡ് BEd പ്രോഗ്രാം. അതായത് ഒരു അധ്യാപകനാവാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ മൾട്ടിപ്പിൾ ഡൊമൈൻസിലുള്ള നിങ്ങളുടെ കഴിവും അധ്യാപന യോഗ്യതയും കൂടി ചേർന്നുകൊണ്ട് 6100-ലധികം ഇന്ത്യയിൽ വരുന്ന സീറ്റുകളിലേക്ക്. കേരളത്തിൽ മറ്റ് സ്ഥാപനങ്ങളുണ്ട്. കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ ഭാഗമായിട്ടുള്ളത്, അതിൽ ഗുരുവായൂരിലുള്ള സെൻട്രൽ സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ സീറ്റുകൾ ഇതിലേക്ക് അടക്കമുള്ള രാജ്യത്തുള്ള 64ഓളം സ്ഥാപനങ്ങൾ ഗവൺമെൻറ് മേഖലയിലും പ്രൈവറ്റ് മേഖലയിൽ പലതും ഇതിനകത്ത് വരാൻ പോകുന്നു. ഇത്തരത്തിൽ ഏറ്റവും മികച്ച അവസരങ്ങൾ നൽകുന്ന 6100ഓളം സീറ്റുകളിലേക്ക് പ്രവേശനം ലഭിക്കാൻ വേണ്ടുന്ന എൻട്രൻസ് ആയിട്ടുള്ള നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് NCET 2024 പറ്റിയിട്ടാണ് ഈ വീഡിയോ പറയുന്നത്. വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഇതുമായി ബന്ധപ്പെട്ട എവിടെയാണ് അപേക്ഷ നൽകേണ്ടത്, എന്താണ് ഇതിൻ്റെ യോഗ്യത, എത്രയൊക്കെ സീറ്റുകളുണ്ട്, എവിടെയെല്ലാം സീറ്റുകൾ, പരീക്ഷാ ഘടന എങ്ങനെയാണ്, പരീക്ഷയുടെ സെഷൻസുകൾ എന്തൊക്കെയാണ്, അതിനെന്തൊക്കെയാണ് വരിക, സിലബസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പരീക്ഷാ സെൻറ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം ഇതിനകത്ത് നൽകുന്നുണ്ട്. അപ്പോൾ ക്ഷമാപൂർവ്വം വീഡിയോ അവസാനം വരെ കാണുക. എന്നിട്ട് നിങ്ങൾ അപ്ലിക്കേഷൻ നൽകുക. തീർച്ചയായിട്ടും ഒരു പ്രോമിസിങ് കരിയറാണ് ഈ മേഖലയിൽ, അധ്യാപന മേഖലയിലുള്ളത്. കാരണം നമുക്കറിയാം പല ജോലികളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മറ്റ് ഈ ഒരു ടെക്നോളജികൾ അത് റീപ്ലേസ് ചെയ്ത് പോകുമ്പോൾ വിദ്യാഭ്യാസ മേഖല തീർച്ചയായിട്ടും ഉയർന്നു തന്നെ നിൽക്കും ഇനി അങ്ങോട്ടേക്ക് ഫ്യൂച്ചറിലേക്ക്. അതുകൊണ്ട് ഈ മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വിദ്യാർത്ഥികൾക്ക് ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ആളുകളാണെങ്കിൽ, ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു സമൂഹത്തെ മോൾഡ് ചെയ്തെടുക്കാൻ അവരെ നേരായ വഴിക്ക് നടത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, അതിലിഷ്ടമുള്ള ആളെങ്കിൽ അതിൽ തൃപ്തി കണ്ടെത്തുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ, അതുപോലെ ഏറ്റവും മികച്ച ഒരു വ്യക്തിയായിട്ട് സമൂഹത്തിന് നിങ്ങൾക്ക് ഒരു റോൾ മോഡൽ ആവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് അത് ചെയ്ത് കാണിക്കാനായിട്ട് അല്ലെങ്കിൽ ഏറ്റവും മികച്ച നിങ്ങളെ സ്വപ്നം കാണുന്ന രീതിയിൽ നടക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല അവസരം നൽകുന്നതാണ് അധ്യാപകനാവുക അല്ലെങ്കിൽ അധ്യാപിക ആവുക എന്നുള്ള കാര്യത്തിൽ. നമുക്കറിയാം ഇപ്പം നിലവിൽ 3 വർഷത്തെ ഡിഗ്രിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിഗ്രികൾ 4 വർഷത്തെയൊക്കെ ഡിഗ്രികൾ പഠിച്ചിട്ടായിരിക്കും 2 വർഷത്തെ BEd എടുക്കുന്നത് അല്ലേ. അപ്പോൾ അത് രണ്ടായി പോകുന്ന സാഹചര്യം. പിന്നെ നമുക്കൊരു അധ്യാപനത്തിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്യാനുള്ള അവസരങ്ങൾ പലതും കുറവായതുകൊണ്ടും ഈ ഒരു കോഴ്സ് 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സിന് വളരെയധികം പ്രസക്തിയുണ്ട്. ബിക്കോസ് ഒരു ടീച്ചറാവാനാണ് പഠിക്കുന്നത്. അതിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും 4 വർഷം കൊണ്ട് തന്നെ 1 വർഷം സേവ് ചെയ്യാനടക്കമുള്ള അവസരങ്ങളുണ്ട്. മാത്രമല്ല ഇത് പല രാജ്യങ്ങളിലേക്കും കോമ്പറ്റബിലിറ്റിയിലാണ് 4 വർഷത്തെ പ്രോഗ്രാം ആയതുകൊണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് 38ഓളം വിഷയങ്ങളിൽ നമുക്കത് പഠിക്കാനുള്ള അല്ലെങ്കിൽ അത് ആ ഒരു ലാംഗ്വേജുകളിൽ നമുക്ക് പഠിക്കാൻ അവസരമുണ്ട്. 26ഓളം ഡൊമൈൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ തുടങ്ങിയിട്ടുള്ള അത്തരം ഡൊമൈൻസുകളിൽ നിങ്ങൾക്ക് പഠിക്കാനും അതായത് പഠിച്ച് നിങ്ങൾക്ക് ആ മേഖലയിലേക്ക് പോകാനുള്ള അവസരമുണ്ട്. അങ്ങനെ അനവധി അവസരങ്ങളാണ് ഇതുവഴി നൽകുന്നത്. ഓക്കെ, അപ്പോൾ ഈ വർഷത്തെ ഡേറ്റുകൾ ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ പിന്നീട് കാണുമ്പോൾ ഈ പറയുന്ന വെബ്സൈറ്റിനകത്ത് NCETയുടെ വെബ്സൈറ്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ടൈമുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഈ 64ഓളം സ്ഥാപനങ്ങളിൽ ചിലത് നമുക്കൊന്ന് നോക്കാം. ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ ഈ പ്രോഗ്രാം ഉണ്ട്. അതേപോലെ തന്നെ IITകൾ നിലവിൽ നമുക്ക് ഖരഗ്പൂർ IIT, ഭുവനേശ്വർ, റോപ്പർ, ജോധ്പൂരാണുള്ളത്. NITകൾ നമ്മൾ നോക്കുമ്പോൾ ഹൈദരാബാദ്, പുതുച്ചേരി, ജലന്ധർ, തിരുച്ചിറപ്പള്ളി, അഗർത്തല, കോഴിക്കോട്. ഇനി അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലുള്ള പ്രോഗ്രാം ഉണ്ട്, ഡൽഹിയിലുണ്ട്, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലുണ്ട്. അതുപോലെ മഹാത്മാഗാന്ധി ഇൻ്റർനാഷണൽ രാഷ്ട്രീയ ഹിന്ദി യൂണിവേഴ്സിറ്റിനകത്തുണ്ട്. അതേപോലെ തന്നെ ഡോക്ടർ ഹരി സിംഗ് ഗൗർ വിശ്വവിദ്യാലയ അതിനകത്തുണ്ട്. മൗലാന ആസാദ് ഉറുദു യൂണിവേഴ്സിറ്റിനകത്തുണ്ട്. അതുപോലെ നാഷണൽ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി ആന്ധ്രാപ്രദേശിൽ, സെൻട്രൽ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി ഭോപ്പാലിൽ, ജയ്പൂരിൽ, ഗുരുവായൂരിൽ. ഈ ഗുരുവായൂരിൽ നമുക്ക് 100 സീറ്റുകളാണ് 2 യൂണിറ്റുകളായിട്ടുള്ളത്. അതുപോലെ ഗുരുനാനക് ദേവ് യൂണിവേഴ്സിറ്റി, പിന്നെ ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളിലും അതുപോലെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ നിലവിൽ ഭോപ്പാലും അജ്മീറിലും നമുക്കത് കാണാൻ സാധിക്കുന്നത്. ദെൻ ഗവൺമെന്റ് കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ ജമ്മുവിലുള്ളത്, പിന്നെ ശ്യാം പ്രസാദ് മുഖർജി കോളേജ്, ദെൻ മാതാ സുന്ദരി കോളേജ് ഫോർ വിമൻ ന്യൂഡൽഹി. ഇനി ഞാൻ ഒന്നുകൂടി ചുരുക്കി പറയാം, കേരളത്തിലെ NIT കാലിക്കറ്റിൽ ഈ പ്രോഗ്രാം ഉണ്ട്. അവിടെ 50 സീറ്റാണ്. അത് BSc BEd ആണുള്ളത്. പിന്നെ കേരളത്തിലെ കേന്ദ്ര സർവകലാശാല പെരിയയിലുള്ളതിനകത്ത്, കാസർഗോഡിനകത്ത് BA BCom BSc BEd ഉണ്ട്. 150 സീറ്റുകൾ. ഓരോ പ്രോഗ്രാം 50 വീതം സീറ്റുകളുണ്ട്. ദെൻ സെൻട്രൽ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി
യൂണിവേഴ്സിറ്റി ഗുരുവായൂർ ക്യാമ്പസിൽ BA B.Ed ആണുള്ളത്. 2 യൂണിറ്റായിട്ട് 100 സീറ്റുകളാണ്. അപ്പോൾ നമ്മൾ മൊത്തം രാജ്യത്ത് നോക്കുകയാണെങ്കിൽ 6100ഓളം സീറ്റുകളാണ് ഇതിനകത്ത് ഈ പറയുന്ന സ്ഥാപനങ്ങളായിട്ടുള്ളത് നിലവിലുള്ളത്. ഇനി പലതും ഇതിനകത്തേക്ക് ആഡ് ചെയ്യപ്പെടാനുണ്ട്. ഇനി നിങ്ങൾ ഇതിൻ്റെ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട് ഏതെല്ലാം പ്രോഗ്രാംസിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ സയൻസ് വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തിൽ എല്ലാത്തിലും പോകാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളും സയൻസ് വിഷയങ്ങൾക്ക് പോകാനുള്ള പ്രയാസം ഉണ്ടാവും. അപ്പോൾ ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ ആ ചോയ്സിൽ, അതായത് പരീക്ഷയ്ക്ക് നിങ്ങൾ ഏതെല്ലാം പ്രോഗ്രാമിലാണെന്നുള്ളത് പ്രത്യേകം അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ സെലക്ട് ചെയ്യപ്പെടേണ്ടതുണ്ട്. നമുക്ക് ഈ പരീക്ഷയുടെ ഘടനയെ പറ്റി നോക്കാം. MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. 3 മണിക്കൂർ ദൈർഘ്യമുള്ള CBT കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയാണ് ഇതിനകത്ത്. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം അടക്കം 13ഓളം ഈ ഭാഷകളിൽ ഈ നമുക്ക് ചോദ്യപേപ്പർ നമുക്ക് ഉണ്ടായിരിക്കും. കേരളത്തിൽ 9 സ്ഥലങ്ങളിലാണ് പരീക്ഷയുടെ സെന്ററുകളുള്ളത്. എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ ഇവിടങ്ങളിലൊക്കെ ഈ സെന്റർ ഉണ്ട്. ഇംഗ്ലീഷ് എല്ലാ സ്ഥലങ്ങളിലും കിട്ടും. റീജിയൽ ലാംഗ്വേജ് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന വർഷം അതാത് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പരീക്ഷ ജൂൺ 12-നാണ്. ഇനി പരീക്ഷയുടെ ഒരു ഘടന എങ്ങനെയാണ്, സിലബസ് തുടങ്ങിയുള്ള കാര്യങ്ങൾ നോക്കാം. 4 സെഷനുകളിലായിട്ടാണ് ഈ പരീക്ഷയുടെ ഒരു ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. സെഷൻ 1 എന്ന് പറയുന്നത് 38 ഭാഷകൾ, ഞാൻ നേരത്തെ പറഞ്ഞ 38ഓളം ഭാഷകൾ അതിനകത്തുണ്ട്. അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള 2 സെലക്ട് ചെയ്യാം. ഓരോന്നിനും 23 ചോദ്യങ്ങൾ ഉണ്ടാവും. 20 ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം നൽകിയാൽ മതി. അതേപോലെ തന്നെ റീഡിംഗ് കോംപ്രഹെൻഷൻ, ലിറ്റററി ആപ്റ്റിറ്റ്യൂഡ്, വൊക്കാബുലറി തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും അതിനകത്ത് വരിക. സെഷൻ 2-ൽ 26 ഡൊമൈൻ സ്പെസിഫിക് വിഷയങ്ങളുണ്ട്. ആവശ്യമുള്ള 3 നമുക്ക് സ്ഥാപനങ്ങൾക്ക് അനുസരിച്ച് തിരഞ്ഞെടുക്കാം. 28 ചോദ്യങ്ങളായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. 25 ചോദ്യത്തിന് ഉത്തരം നൽകിയാൽ മതിയാകും. 12ാം ക്ലാസ്സിലെ സിലബസ് ആണ് അതിനകത്ത് അവർ അടിസ്ഥാനമാക്കി ചോദിക്കുക. ഓക്കെ, സിലബസ് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ആയിട്ട് നൽകാം. ഇനി സെഷൻ 3 എന്ന് പറയുന്നത് മൊത്തം 28 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിനകത്ത് 25 ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം നൽകിയാൽ മതിയാവും. ഈ ഒരു സെഷൻ നിർബന്ധമാണ്. ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്, ജനറൽ മെന്റൽ എബിലിറ്റി, ന്യൂമറിക്കൽ എബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് റീസണിംഗ്, ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ റീസണിംഗ് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഇതിനകത്ത് വരിക. സെഷൻ 4-ൽ ടീച്ചിങ് അഭിരുചിയാണ് പ്രധാനമായിട്ട്. അത് നമുക്കറിയാം, ഈ ഒരു ടീച്ചിങ് മേഖലയ്ക്ക് കിടക്കുമ്പോൾ അതിന് വേണ്ടുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ആഗ്രഹവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എബിലിറ്റി കൂടെ ഉണ്ടോ നോക്കാനായിട്ടാണ് ഇതിനകത്ത് വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കറിയാം മറ്റേതെങ്കിലും എൻട്രൻസിൻ്റെ കൂട്ടത്തിൽ അല്ലെ CUETയുടെ കൂട്ടത്തിൽ നടത്തിയാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ ഇതും കൂടെ പ്രത്യേകം ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതും കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ്, കാരണം എല്ലാ വിഭാഗം ആളുകൾക്ക് ഒരു അധ്യാപകനാവാനുള്ള ക്വാളിറ്റി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കേവലം അതിനകത്തൊരു ജോലി കിട്ടുന്നുള്ള നിലയ്ക്ക് പോവുകയരുത്. അപ്പോൾ അത് നോക്കാനുള്ള അതിൻ്റെ എബിലിറ്റി അളക്കാനുള്ളതാണ് ഈ ഒരു സെഷനിൽ നമ്മൾ അതിനകത്ത് നോക്കുന്നത്. 23 ചോദ്യങ്ങളുണ്ടാവും. അതിനകത്ത് 20 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം. ഈ സെഷനും നിർബന്ധമാണ്. സയൻസ്, ആർട്സ്, മാത്തമാറ്റിക്സ്, പെർഫോമിംഗ് ആർട്സ്, ഭാഷകൾ എന്നിവയുടെ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. മൊത്തം 4 സെഷനുകളായിട്ട് മൊത്തം 181 ചോദ്യങ്ങളുണ്ടാവും. അതിനകത്ത് 160 ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ നൽകിയാൽ മതി. ശരിയായ ഉത്തരത്തിന് 4 മാർക്കും തെറ്റായിട്ടൊരു ഉത്തരം നൽകി കഴിഞ്ഞാൽ -1 മാർക്കും ഉണ്ടായിരിക്കും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പരീക്ഷ ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ +2 ഇപ്പോൾ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകൾക്കും അതേപോലെ മുൻപ് പഠിച്ച് +2 കഴിഞ്ഞ ആളുകൾക്കും അപേക്ഷിക്കാം. ഇതിൻ്റെ പ്രവേശനത്തിൻ്റെ മറ്റ് എലിജിബിലിറ്റി ഒക്കെ ഓരോ സ്ഥാപനങ്ങളാണ് നിശ്ചയിക്കുന്നത്. അപ്പോൾ പൊതുവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് പ്രായപരിധിയൊന്നും ഇല്ല. ഇനി ഈ പരീക്ഷയുടെ വിവിധ സെഷനുകളിൽ എന്തൊക്കെയായിരിക്കും വരിക, അതിന് പരീക്ഷ വിഷയങ്ങളെ പറ്റി നമുക്ക് നോക്കാം. ഒന്നാമത്തത് നമുക്ക് ഏതാണ്ട് ലാംഗ്വേജുകളെ പറ്റിയിട്ടാണ്. അതിനകത്ത് 2 എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മൊത്തം 38 ഭാഷകളാണുള്ളത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, ഹിന്ദി ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, ആസാമീസ്, ബംഗാളി, ഗുജറാത്തി. ഈ 38 നിങ്ങൾക്ക് 2 സെലക്ട് ചെയ്യാം. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്കൊരു അധ്യാപനാവാനായിട്ട് ഈ 2 നിങ്ങൾക്ക് എടുക്കാം എന്നർത്ഥം. സെഷൻ 2 നമ്മൾ നോക്കുമ്പോൾ 26ഓളം ഡൊമൈൻ സ്പെസിഫിക് വിഷയങ്ങളാണ്. അക്കൗണ്ടൻസി, ബുക്ക് കീപ്പിംഗ്, അഗ്രികൾച്ചർ, ആന്ത്രോപോളജി, ബയോളജി, ബയോളജിക്കൽ സ്റ്റഡീസ്, ബയോടെക്നോളജി, ബയോകെമിസ്ട്രി, ബിസിനസ് സ്റ്റഡീസ് തുടങ്ങിയിട്ടുള്ള ഏതാണ്ട് 26ഓളം ഈ കാണുന്ന വിഷയങ്ങളിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിനകത്ത് നിങ്ങൾക്കൊരു 3 നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക. ഈ മേഖലയിലേക്കായിരിക്കും നിങ്ങൾക്ക് അതത് കോളേജുകളിലേക്ക് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഇടുമ്പോൾ ഇതിനകത്തേക്കായിരിക്കും നിങ്ങളെ പരിഗണിക്കുക. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫിസിക്സിലെ ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫിസിക്സ് എടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഡൊമൈനുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണത്. മറ്റ് അക്കൗണ്ടൻസി വേണമെങ്കിൽ അക്കൗണ്ടൻസി എടുക്കാം. അതല്ല നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഫിസിക്സ് അല്ലാതെ കെമിസ്ട്രിയാണ് അല്ലെങ്കിൽ ബയോളജിയാണ്, ഇങ്ങനത്തെ കോമ്പിനേഷനിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് പഠിപ്പിക്കണം, അതായത് അതിനനുസരിച്ചാണ് BA വേണോ, BBA വേണോ, അല്ലെങ്കിൽ BCom വേണോ, BSc വേണോ എന്നുള്ള എടുക്കുന്നത്. അപ്പോൾ ഫിസിക്സ് ആണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ BSc ഫിസിക്സ് നിങ്ങൾക്ക് അതിന് ഓപ്റ്റ് ചെയ്ത് അതിൻ്റെ കൗൺസിലിംഗിൽ പങ്കെടുക്കാം. ഓക്കെ, ഇനി നിങ്ങൾ അതിൻ്റെ കൂടുതൽ അക്കൗണ്ടൻസി എടുക്കുന്നെങ്കിൽ നിങ്ങൾ BBAയിലേക്കോ അല്ലെങ്കിൽ BComലേക്കോ പോകേണ്ടി വരും. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഈ ഡൊമൈൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സെഷൻ 3 നമ്മൾ നേരത്തെ പറഞ്ഞത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. സെഷൻ 4 എന്ന് പറഞ്ഞാൽ ജനറൽ ടെസ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം ഞാൻ അതിൻ്റെ സിലബസ് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുണ്ട്. അതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നിങ്ങൾ ഈ പരീക്ഷയും കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് NTA പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഇന്നതാണ് പെർസെൻറ്റേജ് സ്കോർ എന്ന് പറഞ്ഞ് പബ്ലിഷ് ചെയ്യും. ഇതിന് ശേഷം നിങ്ങൾക്ക് ഏത് സ്ഥാപനങ്ങളിലേക്കാണ്
ഇതിന് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതത് സ്ഥാപനങ്ങൾക്ക് അവരുടെ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട അപേക്ഷ വരുമ്പോൾ പ്രത്യേകം ഈ ഒരു ഡീറ്റെയിൽസ് വെച്ച് നിങ്ങൾ അപേക്ഷിക്കുക. അവർ പിന്നീട് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുകയും പിന്നെ അവർ കൗൺസിലിംഗ് നടത്തുകയും ചെയ്യും. ഒരു പക്ഷേ ഇതെല്ലാം തന്നെ ഒരു സെൻട്രൽ കൗൺസിലിംഗ് വന്നേക്കാം, പലതിനും ഇപ്പോൾ അങ്ങനെ വരാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒറ്റത്തവണ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് റൗണ്ടിൽ വിവിധ റൗണ്ടുകളിൽ പങ്കെടുത്താൽ തന്നെ അലോട്ട്മെൻറ്റ് ലഭിക്കും. നിലവിൽ ഇപ്പോൾ നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങൾ കേന്ദ്ര സർവകലാശാല നമ്മുടെ കാസർഗോഡ് പെരിയറുള്ളത് വേണമെങ്കിൽ അവർ അപ്ലിക്കേഷൻ വിളിക്കുന്ന സമയത്ത് കൊടുക്കുക. ഇനി ഗുരുവായൂരിലാണെങ്കിൽ അവരുടെ യൂണിവേഴ്സിറ്റി വിളിക്കുമ്പോൾ കൊടുക്കുക. ഒരുപക്ഷെ IITയിലും NITയിലും ചിലപ്പോൾ ജോസ വഴിയായിരിക്കും നടത്തുന്നുണ്ടാവും. എന്തായാലും അതത് സമയത്ത് നമ്മൾ അറിയിക്കാം. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങൾക്ക് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ഒരു വാട്സപ്പ് ചാനലുണ്ട്. അതുപോലെ തന്നെ ഒരു ന്യൂസ് ലെറ്റർ സർവീസ് ഉണ്ട്. അതിനകത്ത് എസ്പെഷ്യലി നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന് ലിങ്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മികച്ച അധ്യാപകനാവാനായിട്ട് ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഏറ്റവും മികച്ച രീതി, ഈ മികച്ച രീതി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഡൊമൈൻസ് എടുക്കാം. ഒരുപക്ഷെ നിങ്ങൾ ഫിസിക്സ് ആണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ BSc ഫിസിക്സ് കഴിഞ്ഞിട്ട് പിന്നെ ഫിസിക്സ് അധ്യാപകനാവാനായിട്ടായിരിക്കും +2 അടക്കം നിങ്ങൾക്ക് പറ്റുക. പക്ഷേ ഇവിടെ മൾട്ടിപ്പിൾ ഡൊമൈൻസ് അടക്കം കിട്ടുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഒരേ സമയം തന്നെ 2 ടീച്ചർ ജോബിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. പിന്നെ പഠിക്കുന്നത് തുടക്കം മുതലേ പഠിക്കുന്നത് അധ്യാപകനാവാൻ വേണ്ടിയിട്ടാണ്. മറ്റത് BSc പഠിക്കും പിന്നെ B.Ed പഠിക്കും അല്ലേ. ഇത് അങ്ങനെയല്ല, ഇത് നിങ്ങൾ തുടക്കം മുതലേ ഒരു അധ്യാപനം എന്നുള്ളത് മനസ്സ് വെച്ചാൽ അതുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചിറങ്ങാൻ ടെക്നിക്ക് അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങൾ ഒരു എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് പഠിച്ചിറങ്ങാനുള്ള അവസരം കിട്ടും. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മറ്റൊരു കുട്ടിക്കും ഈ ഒരു അവസരത്തെ പറ്റി അറിയാനായിട്ട് ദയവായിട്ട് നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.